ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ധന്വന്തരേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 14-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ സൂതൻ നാരദ മഹർഷി ഹസ്തിനാപുരത്തിൽ നിന്ന് നിർഗമിച്ച ശേഷം ഉണ്ടായ കഥകളാണ് പറയുന്നത്. ധർമ്മപുത്രരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ, അതിനോടൊപ്പം തന്നെ അർജുനന്റെ തിരിച്ചുവരവ്, ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ധർമ്മപുത്രർക്ക് മനസ്സിൽ പല ഭയാശങ്കകളും ഉണ്ടായിരിക്കുകയാണ്. അർജുനൻ ദ്വാരയ്ക്ക് പോയിട്ട് 7 മാസത്തോളമായി തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ നാരദൻ വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണ സമയം ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. കൂടാതെ ധാരാളം ദുർനിമിത്തങ്ങൾ അദ്ദേഹം കാണുകയാണ്. തനിക്ക് തന്നെ തോന്നുന്ന ദുർനിമിത്തങ്ങൾ, ഭൂമിയിൽ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിമിത്ത ശാസ്ത്രമനുസരിച്ച് അദ്ദേഹം പലതും വിലയിരുത്തുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഭീമനോട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷാദികളിലെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നു. മേഘമില്ലാതെയുള്ള ഇടിമിന്നൽ, സൂര്യന് പ്രഭ കുറയുന്നു, ഗ്രഹങ്ങൾ തമ്മിൽ കലഹിക്കുന്ന പോലെ തോന്നുന്നു, നദികൾ കലങ്ങിമറിയുന്നു. ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് ഭൂമി ഭഗവാന്റെ പാദസ്പർശത്തിൽ നിന്ന് പാദസ്പർശം ഇല്ലാതായിരിക്കുകയാണ് എന്ന് തോന്നുകയാണ്. ഭഗവാന്റെ ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഭൂമി ഭഗവത് പാദസ്പർശ വിഹീനയായി എന്നാണ്. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അർജുനൻ അവിടെ തിരിച്ചെത്തുകയാണ്. സൂതൻ പറയുന്നു, മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വ്യസനം നിറഞ്ഞ മുഖത്തോടുകൂടി യുധിഷ്ഠിര പാദങ്ങളിൽ അർജുനൻ ഒന്ന് വീണു എന്ന് പറയുന്നു. അർജുനന്റെ മുഖത്ത് നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. വല്ലാതെ തളർന്നിരിക്കുന്നു. അങ്ങനെയുള്ള അർജുനെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ വളരെ സാന്ത്വനപ്പെടുത്തുന്ന രീതിയിലാണ് അർജുനന്റെ അടുത്ത് സംസാരിക്കുന്നത്. യുധിഷ്ഠിരൻ ആദ്യം തന്നെ ചോദിക്കുന്നത് സാധാരണഗതിയിൽ ചെയ്യുന്ന കുശലപ്രശ്നങ്ങൾ പോലെയാണ് ചോദിക്കുന്നത്. ബന്ധുജനങ്ങളുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം ശൂരസേനൻ, വസുദേവർ എന്നിങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതിനൊക്കെ ശേഷം ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ധർമ്മപുത്ര ചോദിക്കുകയാണ്, ഭാഗവത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദുകുലാംഭോധാദ്യോനന്ദ സഖപ്പുമാൻ. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും സൗഖ്യം തന്നെയെന്ന് അവസാനം ചോദിക്കുകയാണ്. എന്നിട്ടും അർജുനൻ യാതൊന്നും പറഞ്ഞില്ല. ആ സമയമായപ്പോൾ ധർമ്മപുത്രർ നേരിട്ട് ചോദിക്കുകയാണ്, പരമപ്രേമസ്വരൂപനായ ആത്മബന്ധുവായിട്ടുള്ള ഭഗവാന്റെ വിയോഗമാണോ നിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് ധർമ്മപുത്രർ നേരിട്ട് തന്നെ ചോദിച്ചു. ഇങ്ങനെയുള്ള ഭഗവാനെ പറ്റിയുള്ള പരാമർശം വന്നപ്പോൾ അർജുനന് പിന്നിപ്പൊട്ടി അതിനുത്തരം പറയുകയാണ്. അടുത്ത 15-ാം അധ്യായത്തിലാണത് കൂടുതൽ പറയുന്നത്. അർജുനൻ തന്റെ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചു. വളരെ ക്ലേശിച്ച് ധൈര്യമൊക്കെ അവലംബിച്ച്
ഭഗവാനിലുള്ള ആ സ്നേഹം അത് നിലനിർത്തിക്കൊണ്ട് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണ വൃത്താന്തവും യദുകുലനാശവും വിലാപരൂപേണ ജ്യേഷ്ഠനോട് പറയുകയാണ്. ഭഗവാൻ പ്രകടിപ്പിച്ച ബന്ധുഭാവം, സുഹൃദ്ഭാവം ഇവ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട് കണ്ണീർ തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്നതിനാൽ ഇടറിയ സ്വരത്തിൽ അർജുനൻ പറഞ്ഞു തുടങ്ങി. അർജുനൻ ആദ്യം പറയുന്ന ശ്ലോകം ഇതാണ്. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേനമേപഹൃതം തേജോ ദേവവിസ്മാപനം മഹത് യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ. പറയാണ്, മഹാരാജാവേ, ഞാൻ ഭഗവാനാൽ വഞ്ചിക്കപ്പെട്ടുപോയി. ബന്ധുവിന്റെ രൂപത്തിൽ എന്നോടുകൂടി എപ്പോഴും വർത്തിച്ചിരുന്ന ആ ഭഗവാൻ എന്റെ തേജസ്സിനെ അപഹരിച്ചു. എന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഉണ്ടായത് ആ ഭഗവാനിലൂടെയാണ്. ആ ഭഗവാൻ മനുഷ്യരൂപം ഉപേക്ഷിച്ചു. ഇതോടുകൂടി എന്റെ എല്ലാം നശിച്ചു എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് പ്രാണവായു നിർഗമിച്ചാൽ ശരീരം ശവമായിത്തീരുന്നത്, അതുപോലെ ഭഗവാന്റെ അല്പനേരത്തെ വിയോഗം പോലും സഹിക്കാനാവാത്ത എന്നിൽ നിന്ന് ആ ഭഗവാൻ ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, എന്നെ കൊണ്ടൊന്നും സാധിക്കാത്തവനുമായി തീർന്നുവെന്ന് അർത്ഥം. ഇനി ശേഷം അർജുനൻ ഭഗവാൻ തന്റെ കൂടെയുള്ളപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഓർമ്മിച്ച് ഭഗവാനെ ഒരു സ്തുതിക്കുന്ന പോലെയാണ്, വിലാപത്തോടുകൂടി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സന്ദർഭങ്ങളിലും കൃഷ്ണനില്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് കൃഷ്ണനെ ഓർക്കുകയാണ്. ഭഗവാന്റെ ആ സ്നേഹഭാവം, ഓരോ തരത്തിലുള്ള ഭാവങ്ങളും അർജുനോട് സ്മരിക്കുകയാണ്. 5-ാം ശ്ലോകം തൊട്ട് 27-ാം ശ്ലോകം വരെ ഈ സ്തുതി തന്നെയാണ്. അതിൽ ചില ശ്ലോകങ്ങൾ നമുക്കൊന്ന് അർത്ഥം നോക്കാം. പാഞ്ചാലി സ്വയംവരത്തെ അനുസ്മരിക്കുന്നതാണ് ആദ്യം. യൽ സംശ്രയാദ് ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗത ച കൃഷ്ണ. ദ്രുപദ രാജധാനിയില് പാഞ്ചാലി സ്വയംവരത്തില് അവിടെ ധാരാളം ആളുകൾ, രാജാക്കന്മാർ തടിച്ചുകൂടിയിരുന്നു. അവരെല്ലാം പാഞ്ചാലിയെ സ്വന്തമാക്കാനായിട്ട് കാമപരവശരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ആ രാജാക്കന്മാരുടെയൊക്കെ തേജസ്സിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തനിക്ക് വില്ലെടുത്ത് ഞാൻ കെട്ടി ശരം തൊടുത്ത് ആ ചിഹ്നമാകുന്ന ലാക്കിനെ മുറിക്കാനും അതുവഴി പാഞ്ചാലിയെ സ്വന്തമാക്കാനും കഴിഞ്ഞത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് ഇവിടെ പറയുകയാണ്. ആ ഭഗവാൻ എന്നിൽ നിന്ന് പോയി, ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന്. മറ്റൊരു സന്ദർഭം ഓർത്ത് സ്തുതിക്കുകയാണ്. അത് ഖാണ്ഡവ ദഹന സമയത്തെ കാര്യങ്ങളാണ്. യൽ സന്നിധാവഹമു ഖാണ്ഡവമഗ്നയേദാമിന്ദ്രം ച സാമരഗണം തരസാ വിദിത്യം ലബ്ധാ സഭാ മയകൃത അത്ഭുത ശില്പമായ ദിഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഈ കഥ ഇന്ദ്രപ്രസ്ഥത്തില് പാണ്ഡവന്മാർ വസിക്കുന്ന കാലത്ത് അർജുനൻ ഭഗവാനെ യമുനാ തീരത്തേക്ക് ഒരു ദിവസം വിളിച്ചു കൊണ്ടുപോയി. അവിടെ അവരിങ്ങനെ സുഖമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ വന്ന് തനിക്ക് ഭക്ഷണം തരണമെന്ന് യാചിച്ചു. എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ ഖാണ്ഡവ വനം ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. താൻ അഗ്നിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഖാണ്ഡവ വനം ഇന്ദ്രന്റെ അധീനത്തിലുള്ളതാണ്. ഇന്ദ്രന്റെ സഖാവായ തക്ഷകനാണ് സംരക്ഷണം ചെയ്യുന്നത്. തനിക്ക് ദിവ്യാസ്ത്രങ്ങളൊന്നും കയ്യിലില്ല, നല്ല ധനുസ്സില്ല എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ അഗ്നി
ഉടനെ തന്നെ വരുണനെ ധ്യാനിച്ച് ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട ഗാണ്ഡീവം എന്ന ധനുസ്, കവിധ്വജമായ ദിവ്യരഥം ഇവ അർജുനന് നൽകി. അതിനുശേഷം ഖാണ്ഡവം അഗ്നി ദഹിപ്പിക്കുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ ഇന്ദ്രൻ മഴ പെയ്യിച്ചു. പക്ഷേ അർജുനന്റെ അസ്ത്രപ്രയോഗം കൊണ്ട് വെള്ളം താഴേക്ക് വീണില്ല. പിന്നെ ഇന്ദ്രൻ വീണ്ടും വീണ്ടും വളരെ ഘോരമായി മഴ പെയ്യിച്ചു. അർജുനൻ അതിനെയൊക്കെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. കൃഷ്ണനും അർജുനനും നരനാരായണന്മാരാണ്, അവരോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഇന്ദ്രൻ ആ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ആണ് കഥ. ഖാണ്ഡവം ദഹിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മയൻ എന്ന അസുരശില്പി അദ്ദേഹത്തെ രക്ഷിച്ചു. ആ മയനാണ് ഒരിടത്തും ഒരിക്കലും കാണാത്ത തരത്തിൽ അത്ഭുതകരമായ ശില്പവേലകൾ കൊണ്ട് ഉണ്ടാക്കിയ സഭ ധർമ്മപുത്രർക്ക് നിർമ്മിച്ചു കൊടുത്തത്. ഇതൊക്കെ സംഭവിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്നവിടെ സ്മരിക്കുകയാണ്. മറ്റൊരു സന്ദർഭം ഓർക്കുകയാണ്. അർജുനൻ പാർവതീ സമേതനായ പരമേശ്വരനോട് യുദ്ധം ചെയ്തു. അങ്ങനെയാണ് പാശുപതാസ്ത്രം കിട്ടിയത്. ആ കഥ ഇവിടെ സ്മരിക്കുകയാണ്. വനവാസകാലത്ത് അർജുനൻ ഇന്ദ്രന്റെ ഉപദേശം അനുസരിച്ച് ഹിമോൽപ്രാന്തത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. പരമേശ്വരനെ തപസ് ചെയ്തു. പരമേശ്വരനും പാർവതിയും ഭൂതഗണങ്ങളോടുകൂടി കിരാത വേഷത്തിൽ അവിടെ വനത്തിൽ വന്നു. ആ സമയത്താണ് മൂകൻ എന്ന ഒരസുരൻ പന്നിയുടെ ആകൃതിയിൽ അർജുനനെ നിഗ്രഹിക്കാൻ എത്തിയത്. അങ്ങനെ രണ്ടുപേരും പന്നിയെ നിഗ്രഹിക്കാനായിട്ട് അമ്പയച്ചു. അത് പിന്നെ വാക്ക് തർക്കമായി. അതിനുശേഷമാണ് അവസാനം താൻ വിക്ഷേപിക്കുന്ന അസ്ത്രങ്ങളൊന്നും അക്കിരാതനിലേൽക്കുന്നില്ല എന്നറിഞ്ഞ് അർജുനൻ പിൻവാങ്ങി. ആ സമയത്ത് സാക്ഷാൽ പരമേശ്വരൻ അർജുനനിൽ സന്തുഷ്ടനായി ദർശനം നൽകി. അതിനുശേഷം ദിവ്യദൃഷ്ടിയും പാശുപതാസ്ത്രവും അർജുനന് നൽകി. യുദ്ധത്തിൽ ജയിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അർജുനൻ നരനാണെന്നും ഗാണ്ഡീവം അന്ന് തന്നെയുള്ളതാണെന്നും ഓർമ്മിപ്പിച്ചു. അങ്ങനെ അനുഗ്രഹം ശ്രീപരമേശ്വരനിൽ നിന്ന് കിട്ടാൻ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നിവിടെ പറയുന്നു. പാശുപതാസ്ത്രം ലഭിച്ച അർജുനനെ വരുണൻ, കുബേരൻ, യമൻ ഇവരെല്ലാവരും സന്ദർശിച്ചു. ഇന്ദ്രൻ പോലും എഴുന്നള്ളി വന്നു. മാതലി രഥം കൊണ്ടുവന്ന് അർജുനനെ അമരാവതിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അർജുനനെ ഇന്ദ്രൻ കൈപിടിച്ച് തന്റെ കൂടെ സിംഹാസനത്തിലിരുത്തി. ഇതൊക്കെ നടന്നത് ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ കടാക്ഷം കൊണ്ടാണോ എനിക്ക് സാധിച്ചത്, അതെല്ലാം ഇപ്പോൾ ആ ഭഗവാനാണ് എന്നെ വിട്ട് ഇപ്പോൾ പോയത് എന്ന് സാരം. ഇങ്ങനെ പല പല സന്ദർഭങ്ങൾ ഓർക്കുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലുണ്ടായിരുന്ന വില്ലാളിമാരുടെ അവരുടെയൊക്കെ അസ്ത്രങ്ങൾ വന്നപ്പോൾ ഭഗവാൻ ഏതൊക്കെ വിധത്തിലാണ് തന്നെ രക്ഷിച്ചത് എന്ന് ഇവിടെ ഓർക്കുന്നു. അർജുൻ പറയുകയാണ്, ദ്രോണർ, ഭീഷ്മർ, കർണൻ, അശ്വത്ഥാമാവ്, ത്രികർത്തൻ, ശല്യർ ഇവരെല്ലാവരും, ജയദ്രഥൻ ഇവരെല്ലാവരും ശത്രുപക്ഷത്തിലെ സേനാനായകന്മാര് ഒട്ടുമേ പുണ്യം പിഴയ്ക്കാതെ എന്റെ നേർക്ക് അസ്ത്രങ്ങൾ അയച്ചിരുന്നു. പക്ഷേ അതൊന്നും എന്നിൽ യാതൊരു ക്ഷതവും വരുത്തിയില്ല. എങ്ങനെയാണ് അസുരന്മാർ ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശം കൊണ്ട് പ്രഹ്ലാദനെ ഉപദ്രവിച്ചത്? ആ സമയത്ത് നരസിംഹമൂർത്തിയുടെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദനെ ഇതൊന്നും സ്പർശിക്കാതെ രക്ഷിച്ചത്. അതുപോലെയാണ് എന്റെയും അനുഭവം. എന്റെ രക്ഷാകർത്തൃത്വം ഭഗവാന്റെ കരങ്ങളിൽ നിക്ഷിപ്തമായതുകൊണ്ടാണ് എനിക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ വന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഭഗവാൻ ഇപ്പോൾ എന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞില്ലേ എന്നാണ് പറയുന്നത്. എത്രയോ സമയം അപകട സന്ധികളുണ്ടായിരുന്നു. അശ്വത്ഥാമാവിന്റെ നാരായണാസ്ത്ര പ്രയോഗം, ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതിരുന്നു. അപ്പോൾ ഭഗവാൻ ഉപദേശിച്ചു, നാരായണാസ്ത്രമാണ്, അതിന് മറ്റൊരു പ്രതിവിധിയുമില്ല, അതിനെ നമസ്കരിക്കുക മാത്രമാണ് ശരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞതുപോലെ അന്ന് അസ്ത്രത്തെ നമിച്ചു. ഭീമൻ അതിന് സ്വന്തം ശക്തി കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ച സമയത്ത് ഭീമന്റെ രഥം അഗ്നി ബാധിച്ചു. ഭീമനെ
ഭഗവാനും അർജുനനും കൂടി ഓടി ചെന്ന് രഥത്തിൽ നിറക്കിക്കൊണ്ടുവന്നു. ഇങ്ങനെ പല ദിവ്യാസ്ത്രങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു. കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ കാൽ കൊണ്ട് ചവിട്ടി രഥം താഴ്ത്തി അതിന്റെ ലക്ഷ്യം പിഴപ്പിച്ചു. അർജുനന്റെ ദേഹത്തിൽ പതിക്കുമായിരുന്ന അസ്ത്രം കിരീടത്തെ തട്ടിത്തെറിപ്പിച്ച് പോയതേയുള്ളൂ. പിന്നെ അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രങ്ങൾ ഇതിൽ നിന്നെല്ലാം ഭഗവാൻ തന്നെ രക്ഷിച്ചു എന്നവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം പല കഥകളും ഇവിടെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഭഗവാന്റെ ആ സുഹൃത്തായിട്ടുള്ള ഭഗവാന്റെ ചിലതരം ഭഗവാന്റെ പ്രത്യേക സ്വഭാവ രീതികൾ ഇവിടെ സ്മരിക്കുകയാണ്. സൗഹൃദാദി ഭാവങ്ങൾക്ക് എപ്പോഴും കൂടുതൽ മേന്മ പകരുന്നതായിരുന്നു ഭഗവാന്റെ കാര്യങ്ങളൊക്കെ. ഭഗവാന്റെ രീതി അതായിരുന്നു. അതിലാരും മയങ്ങിപ്പോകും എന്നാണ് ഇവിടെ അർജുൻ ഓർമ്മിക്കുന്നത്. പറയുന്നു, നർമാണ്യുദാര രുചിരസ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സങ്കൽപ്പിതാനി നരദേവ ഹൃദിസ്പൃശാനി സ്മർത്തുല്ലുഠന്തി ഹൃദയം മമ മാധവസ്യം ശയ്യാസനാടന വികഥന ഭോജനാദിശ്വൈക്യാദ്വയസ്യ ഹൃദവാനിതി വിപ്രലബ്ധ സഖ്യോ സഖേവ പിതൃവത്തനയസ്യ സർവം സഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ. അർജുൻ പറയുകയാണ്, ഓർമ്മിക്കുകയാണ്, ഭഗവാന്റെ മുഖം പൊതുവെ ഗാംഭീര്യം ഉണ്ട്. അതേസമയം തന്നെ ഏറ്റവും മനോഹരമായി പുഞ്ചിരി കലർന്നതാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണമാണെങ്കിലോ എപ്പോഴും നർമ്മരസത്തോടെ ആയിരിക്കും. ചിലപ്പോൾ വിളിക്കും അല്ലയോ കുന്തിപുത്ര, ചിലപ്പോൾ വിളിക്കും അല്ലയോ അർജുന, ചിലപ്പോൾ സഖാവേ എന്നിങ്ങനെ പലതരത്തിൽ സംബോധന ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കും. ഇതെല്ലാം എൻ്റെ മനസ്സിൽ നല്ലവണ്ണം തട്ടുന്ന രീതിയിലാണ് ഭഗവാൻ സംസാരിക്കുക. ആ സ്മരണ എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ പിടപ്പിക്കുകയാണ്, എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് എന്ന് പറയുകയാണ്. ഭഗവാന്റെ കൂടെ കിടത്തം, ഇരുത്തം, നടത്തം, മേനി പറയല്, ഭക്ഷണം കഴിക്കല്, ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അല്പം അതിര് കടന്നാണ് കൃഷ്ണനോട് സംസാരിക്കുന്നത് എന്ന്. എന്ത് പറഞ്ഞാലും ഭഗവാന്റെ ആ മഹാനുഭാവനായ ഭഗവാന് ഒരിക്കൽ പോലും ഒരു ദേഷ്യഭാവവും എന്നോട് തോന്നിയിട്ടില്ല. എൻ്റെ സർവ്വ അപരാധങ്ങളും എപ്പോഴും ഭഗവാൻ ക്ഷമിച്ചു, സഹിച്ചു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നതാണ്. അതിനുശേഷം പറയുന്നു, ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഞാൻ ശൂന്യനായിട്ട് തീർന്നു. എനിക്ക് ഭഗവാന്റെ പത്നി സമൂഹത്തെ സംരക്ഷിക്കുവാനോ അതുപോലെ സാധിച്ചില്ല. നിസ്സാരക്കാരാൽ പോലും തോൽപ്പിക്കപ്പെട്ടു ഞാൻ. ഭഗവാന്റെ വിയോഗം എന്നെ എത്രയധികം അധപ്പതിച്ചു എന്ന് ജ്യേഷ്ഠനെ ധരിപ്പിക്കുകയാണ് അർജുനൻ. ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവത് പത്നിമാരെയും കൊണ്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് മാർഗമധ്യത്തിൽ ചില മ്ലേച്ഛന്മാർ അവരെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നത്. അവരെ സംരക്ഷിക്കാൻ അർജുനൻ സാധിച്ചില്ല എന്ന് പറയുകയാണ്. ശേഷിച്ചവരെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിച്ചു. തനിക്ക് നേരിട്ട പരാജയത്തിൽ അർജുനന് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നുകയാണ് ഇപ്പോൾ. അർജുനൻ പറയുന്നു, ഞാൻ എത്രയധികമോ പരാക്രമങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ ആ ഗാണ്ഡീവം അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ധനുസ്. അതേ ശരങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. അതേ രഥം തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. കുതിരകളും അവ തന്നെ. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതും. പക്ഷേ ഭഗവാന്റെ വിയോഗം സംഭവിച്ച മാത്രയിൽ തന്നെ ആ പ്രഭാവമെല്ലാം അസ്തമിച്ചു. വെണ്ണീറിൽ ഹോമിച്ചാൽ എന്ന പോലെ, മായാജാലം പെട്ടെന്ന് അവസാനിച്ചതുപോലെ, ഉപ്പുരസമുള്ള ഭൂമിയിൽ വിതച്ച വിത്തുപോലെ എല്ലാം ഇപ്പോൾ ഇല്ലാതായി എന്ന് അദ്ദേഹം ഓർമ്മിക്കണം. ആ ഓജസ്സും തേജസ്സും ഒക്കെ ഭഗവാന്റെ ആയിരുന്നു. ഭഗവാൻ അത് പോയി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇല്ലാതായി എന്ന് അർജുനന് മനസ്സിൽ തോന്നുകയാണ്. അതിനുശേഷം ദ്വാരകയിൽ നടന്ന മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ 4-5 പേരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണ ശാപം കൊണ്ട് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. ശേഷിച്ചവർ മുഷ്ടിയുദ്ധം ചെയ്ത് അവരും നശിച്ചു എന്ന് പറയുകയാണ്. ഇത്രയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
അർജുനൻ മനസ്സിലെ ആ വേദനയോടുകൂടി കൃഷ്ണനെ സ്മരിച്ച് ഒരു സ്തുതിയായിട്ട് തീർന്നു. ഇങ്ങനെ ആ സ്തുതി അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സ് പരിശുദ്ധമായി എന്ന് ആണ് ഇവിടെ പറയുന്നത്. സൂതൻ പറയുന്നവിടെ സൂത ഉവാചാം ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേന അതിഗാഠേന ശാന്താസീദ്വിമലാമതി. മനസ്സ് വളരെ ശാന്തമായി. അപ്പോൾ അർജുനന് മനസ്സിലായി, ഭഗവാൻ എന്നെ വിട്ടുപോയിട്ടില്ല, ഭഗവാനിന്റെ കൂടെ ഇപ്പോഴുമുണ്ട്. ഭഗവാൻ ഉപദേശിച്ച ഗീത നല്ലവണ്ണം ഓർമ്മ വന്നു. ജ്ഞാനം പിന്നെയും അർജുനന്റെ ഉള്ളില് ഉദിച്ചു എന്ന് സാരം. ശോകമോഹങ്ങളെല്ലാം മറന്നു അർജുനൻ. കൃഷ്ണൻ ഒരിക്കലും എന്നെ വിട്ടുപോയിട്ടില്ല, കൃഷ്ണൻ ഒരിക്കലും പോവില്ല, എൻ്റെ ഉള്ളിൽ തന്നെ കൃഷ്ണനുണ്ട് എന്നുള്ളത് ഭഗവാൻ പണ്ട് ഉറപ്പിച്ചു പറഞ്ഞതെല്ലാം ഇവിടെ അർജുനന് വളരെ കൃത്യമായിട്ട് മനസ്സിൽ തെളിഞ്ഞു വന്നു എന്നർത്ഥം. അതായത് വിലാപം ഒരു സ്തുതിയായിട്ട് തീർന്നു. അർജുനന്റെ മനസ്സ് ശുദ്ധമായി. ഇതുവരെ ഭഗവാനെ ഈ രീതിയിൽ സ്മരിക്കാൻ അർജുനന് കഴിഞ്ഞിരുന്നില്ല. ഭഗവാൻ ഇല്ല എന്നറിഞ്ഞ സമയത്താണ് ഉള്ളിൽ നിന്ന് ആ സ്തുതി ഇങ്ങനെ പുറപ്പെട്ടത്. ഭഗവാനെ സ്മരിച്ചത്, വേണ്ടവണ്ണം സ്മരിച്ചത് ഇപ്പോഴാണ് അർജുനൻ. ഇങ്ങനെ ഭഗവാന്റെ സ്വർഗാരോഹണ വൃത്താന്തം കേട്ടതോടെ യുധിഷ്ഠിരൻ രാജ്യഭാരം ഉപേക്ഷിച്ച് ഇനി അങ്ങനെ ശ്രേയോമാർഗത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. കുന്തിദേവി ഭഗവാങ്കൽ ഏകാന്ത ഭാവത്തോടുകൂടി അവിടെ ഇരുന്ന് തന്നെ സംസാരമോചനം നേടി യോഗശക്തിയാൽ ദേഹത്യാഗം ചെയ്തു എന്ന് സാരം. ഭഗവാന്റെ തിരോധാനത്തോടുകൂടി കലി ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പൗത്രനായ പരീക്ഷിത്തിനെ ഹസ്തിനാപുരത്തിൽ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത് ഇനി മഹാപ്രസ്ഥാനത്തിനായി ഒരുക്കങ്ങൾ ചെയ്തു. യുധിഷ്ഠിരൻ സന്യാസവൃത്തി സ്വീകരിച്ച് വടക്ക് ദിശ നോക്കി നടന്നു. യുധിഷ്ഠിരനെ അനുഗമിച്ചു മറ്റുള്ള അനുജന്മാരെല്ലാവരും. അവരെല്ലാം ഏകാഗ്രചിത്തരായി ഭഗവാന്റെ പാദത്തിൽ ഭക്തിപുരസരം ധ്യാനിച്ച് ശുദ്ധാത്മാക്കൾക്ക് മാത്രം ചെന്നുചേരാവുന്ന പരമപദത്തെ പ്രാപിച്ചു. വിതുരർ പ്രഭാസത്തിൽ ദേഹത്യാഗം ചെയ്തു സ്വസ്ഥാനത്ത്. അതായത് ധർമ്മരാജന്റെ ആ പദം പോകി. പാഞ്ചാലി അചഞ്ചല ഭക്തിയോടെ ഭഗവാനെ ഉപാസിച്ച് ഭഗവത്പദം പോകി. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തന്നെ ഭഗവാൻ പ്രാപ്തി അവർക്കെല്ലാവർക്കും ലഭിച്ചു എന്ന് സാരം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായ പാണ്ഡവരുടെ ഈ ഏറ്റവും ശ്രേയസ്കരമായ മഹാപ്രസ്ഥാന ചരിത്രം ഇത് വർണ്ണിക്കുന്ന ഈ അധ്യായം ആരാണ് ശ്രദ്ധയോടെ കേൾക്കുന്നത് ആ പുണ്യാത്മാവിന് ഭഗവത് ഭക്തിയും പരമഗതിയും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. യശ്രദ്ധയൈതൽ ഭഗവത് പ്രിയാണാം പാണ്ഡോ സുതാനാമിതി സംപ്രയാണം ശൃണോത്യനം സ്വസ്തേനം പവിത്രം ലബ്ധ്വാ ഹരോ ഭക്തിമുപൈതി സിദ്ധിം. ഓം ശ്രീകൃഷ്ണായ നമഃ.